പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഇന്നീ ദിവസം നമ്മൾ ജപമാല മാസത്തിന്റെ സമാപന ദിവസമായിട്ട് ആഘോഷിക്കുകയാണല്ലോ. കഴിഞ്ഞ ഒരു മാസക്കാലം, ഈ ഒക്ടോബർ മാസക്കാലം മുഴുവനും മുടങ്ങാതെ ജപമാല ചൊല്ലുവാനും അതോടൊപ്പം സാധിക്കുന്നിടത്തോളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ കൈയിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. അതുവഴി നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹവും കൃപയും നമ്മുടെ കുടുംബ ജീവിതത്തില്, വ്യക്തി ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗമാകട്ടെ, സഖ്യയോസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നത് അമിതമായിട്ട് എടുത്ത സമ്പത്തൊക്കെ, മറ്റുള്ളവരെ പറ്റിച്ച് നേടിയ സമ്പത്തൊക്കെ കൊടുക്കുവാനായിട്ട് തയ്യാറായപ്പോൾ ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അവകാശപ്പെടാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവയൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ അനുഗ്രഹത്തിന് പകരം ദുരിതമായിരിക്കും ജീവിതത്തിൽ തന്നെ ഉണ്ടാകുക. സഖ്യയോസ് പൂർണ്ണമായിട്ട് കൊടുക്കുവാനായിട്ട് തയ്യാറായപ്പോൾ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചു എന്ന് ഈശോ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമുക്കുള്ളതൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കണം. അതിനുവേണ്ട കൃപയ്ക്കായിട്ട് ഈ ബലിയിലൂടെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സങ്ങളിൽ അങ്ങേ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ പുത്രനായ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥത്താൽ അവിടുത്തെ പീഡാസഹനവും കുരിശും വഴി ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് നയിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയും. ആമേൻ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന്, കർത്താവേ, ലോകം അങ്ങയുടെ മുമ്പിൽ ത്രാസിലെ തരി പോലെ പ്രഭാതത്തിൽ ഉയർന്നു വീഴുന്ന ഹിമാലയം പോലെയും ആണ്. എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അവിടത്തേക്ക് സത്യം സാധ്യമാണല്ലോ. ഞാൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. എല്ലാത്തിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദേഷിക്കുന്നില്ല. ദേഷിക്കുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അങ്ങ് ഉദിക്കുന്നില്ലെങ്കിൽ എന്തിനെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവേ, സർവവും അങ്ങയുടേതാണ്. അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. കർത്താവേ, സകലത്തിനും അങ്ങയുടെ അക്ഷബ്ദമായ ചൈതന്യം കൂടിക്കൊള്ളുന്നു. പാപികൾ പാപമുക്തരാകുന്നു. അങ്ങിൽ പ്രത്യാശ അർപ്പിക്കാൻ വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഇവയെന്ന് ഓർമ്മിക്കുകയും മുൻനിർത്ത് നൽകുകയും ചെയ്യുന്നു. കർത്താവിന്റെ വചനം. എന്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും.
എന്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എന്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. കർത്താവ് കൃപാലുവും കരുണാമയനും അക്ഷമശീനും സ്നേഹസമ്പന്നവുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തന്റെ സർവ്വ സൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. എന്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൽ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ ഞാൻ അവഗണിക്കും. എന്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വിടുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. എന്റെ ദൈവമേ, കർത്താവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നമ്മളുടെ ദൈവം നിങ്ങളെ തന്നെ വിളിക്കുകയോ യോഗ്യരായി പരിഗണിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ സദുദ്ദേശ്യങ്ങളും വിശ്വാസത്തിന്റെ പ്രവൃത്തികളും തന്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിനുമായി ഞങ്ങൾ സദാ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയ്ക്ക് അനുസൃതം അവന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെയും അവന്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെ പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. കർത്താവിന്റെ വചനം. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു. അവിടെ സഖേയൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരുടെ പ്രധാനം ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവർ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സഖേയൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പെറുപെറുത്തു, ഇവൻ പാപികളുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സഖേയൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവിന്റെ സുവിശേഷം.
സ്നേഹ ബഹുമാനമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്നേ ദിവസം ജപമാല മാസത്തിൻ്റെ സമാപന ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. എൻ്റെ കുഞ്ഞുനാളിൽ വീട്ടിൽ ജപമാല ചൊല്ലുന്ന സമയത്ത് ഞാൻ ഇപ്രകാരം ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രത്തോളം നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥന ചൊല്ലുന്നതെന്ന്. ഞാൻ കേറ്റിക്കിസം പഠിച്ച സമയത്ത് നഴ്സറിയിലും അതോട് 1-ാം ക്ലാസ്സിലൊക്കെ, അതൊന്നും ഓർമ്മയില്ല, എന്നാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആദ്യം പഠിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയും അതോടൊപ്പം നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന. ഇന്ന് നമ്മുടെ കേറ്റിക്കിസം കുട്ടികളെയൊക്കെ ആദ്യം പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്നായ പിതാവും അതോടൊപ്പം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഇത്രത്തോളം നമ്മൾ പറയണം. ഒരു തവണ പറഞ്ഞാൽ കിട്ടേണ്ട അനുഗ്രഹം നമുക്ക് കിട്ടത്തില്ലേ എന്ന് എൻ്റെ കുഞ്ഞുനാളിൽ ഞാനൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നമ്മളും പലപ്പോഴും ചിന്തിച്ചു പോകുന്ന എന്തോരം പ്രാർത്ഥനകളാണ് കത്തോലിക്ക സഭയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കൊക്കെ നൽകിയിട്ടുള്ളത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ആ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ആവർത്തിച്ച് നമ്മൾ ചൊല്ലേണ്ടത് എന്ന്? പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലണം എന്ന് ചോദിച്ചാൽ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നുള്ള ഈ ആദ്യത്തെ ഭാഗമുള്ള പ്രാർത്ഥന എടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെയെന്ന്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം മുഴുവനും എടുത്തിരിക്കുന്നത് വചനത്തിൽ നിന്നുകൊണ്ടാണ്. ആരൊക്കെ വചനം ഉരുവിട്ടുകൊണ്ട് എപ്പോഴും നടക്കുന്നു, അല്ലെങ്കിൽ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കും. സങ്കീർത്തന പുസ്തകം 107-ാം അധ്യായം 20-ാം വാക്യത്തിലൂടെ വായിക്കുന്നു, അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ആദിയിലെ ഉണ്ടായിരുന്നതും അനാദി വരെ നീളുന്നതുമായ ഈ വചനത്തെ നമ്മൾ സ്നേഹിക്കുകയും അതൊക്കെ ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് എന്തോരം അനുഗ്രഹങ്ങളും കൃപകളുമായിരിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ലഭിക്കുക. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നു, സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തില് ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുന്നു. എങ്കിൽ നമ്മളൊക്കെ രോഗികളാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വചനത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാനും വചനം എപ്പോഴും ഉരുവിട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. കാരണം ഹെബ്രായരുടെ ലേഖനത്തിലൂടെ വായിക്കുന്നു, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വചനമെന്ന്. അപ്പോൾ വചനത്തെ പൂർണ്ണമായിട്ട് നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കണം. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ ഈ വചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വചനം ഉരുവിടുമ്പോൾ ഒന്ന് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ശമനം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തോട് വായിക്കുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണെന്ന്. തീർച്ചയായിട്ട് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. വചനം പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകുന്നു, പൈശാചികമായിട്ട് പീഡകളിൽ നിന്ന് വിടുതൽ നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ശുദ്ധി ഉണ്ടാകുന്നു.
അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തില് പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന, ഈ വചനം നമ്മളൊക്കെ ഉരുവിടുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു. രോഗശാന്തി ഉണ്ടാകുന്നു. പൈശാചികമായിട്ടുള്ള പീഡകളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുന്നു. നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്നു. രണ്ടാമതായിട്ട് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നതിന്റെ രണ്ടാം ഭാഗം, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന കത്തോലിക്ക സഭ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നൽകിയിട്ടുള്ളതാണ് ഈ രണ്ടാമത്തെ ഭാഗം എന്നുള്ളത്. നമുക്കൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിവുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ പറയുന്നു, മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. അതായത് ബോധപൂർവം നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ, അബോധ മനസ്സിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബോധമില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ കൂട്ടായിട്ട് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരിയേറെ വ്യക്തികൾ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവര്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പഠിക്കുവാനായിട്ട്, നല്ല ജോലി മേഖലയിലൊക്കെ പ്രവേശിക്കുവാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനമാകുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമുക്ക് മറന്നു പോകാതെ എപ്പോഴും ഉരുവിട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കണം. ഈ ജപമാല മാസത്തിന്റെ സമാപനത്തിൽ നമ്മളൊക്കെ ആയിരിക്കുമ്പോൾ, ജപമാല എന്നതൊരു ആഭരണമല്ല, മറിച്ച് അതൊരു ആയുധം തന്നെയാണ്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ കിടക്കുന്നതിന്റെ അടുക്കല് കുരിശും വരച്ചുകൊണ്ട് മാതാപിതാക്കള് ജപമാല വയ്ക്കും. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ കട്ടിന്റെ അടുക്കലും നമ്മള് ജപമാല സൂക്ഷിക്കും. ഒത്തിരിയേറെ വ്യക്തികള് തങ്ങളുടെ കഴുത്തുകളില് അവരണിയുന്നു. കുറെ പേര് അവരുടെ പോക്കറ്റിനകത്ത് അവർ സൂക്ഷിക്കുന്നു. കുറെ ആൾക്കാരാകട്ടെ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കൈകളിൽ ജപമാല പിടിച്ചുകൊണ്ട് അവരൊക്കെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജപമാല എന്നത് വെറുമൊരു ആഭരണമല്ല, മറിച്ച് അത് വലിയൊരു ആയുധം തന്നെയാണ്. ഈ ആയുധം നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോൾ രോഗശാന്തി, പൈശാചിക പീഡനങ്ങളിൽ നിന്ന് വിടുതല്, ശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല് നമ്മളൊക്കെ നിറയപ്പെടുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ജപമാല ചൊല്ലുമ്പോൾ ഒത്തിരിയേറെ ശക്തി നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവിടെ പഴയ നിയമത്തില് ഇസ്രായേൽ ജനങ്ങളെ കാനാൻ ദേശത്തേക്ക് നയിച്ചപ്പോൾ മോശ തന്റെ കൈകളിൽ പിടിച്ചിരുന്നത് ഒരു വടിയാണ്. ഈ വടിയെടുത്ത് ആ കടലിന് നേരെ നീട്ടിയപ്പോൾ കടല് രണ്ടായിട്ട് മാറി നിന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഈ വടിക്ക് പകരം ഉപയോഗിക്കുന്നത് നമ്മുടെ കൈകളിൽ പിടിക്കുന്ന ജപമാല തന്നെയാണ്. ഈ ജപമാല ഒരു ആയുധമായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ എല്ലാ തടസ്സങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുക തന്നെ ചെയ്യും. അതോടൊപ്പം ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുവാനായിട്ട് പോകുന്ന സമയത്ത്, ദൈവം നിന്ന ഗോലിയാത്ത് നടത്തുന്ന സമയത്ത് ദാവീദ് എടുത്തത് 5 കല്ല് അതോടൊപ്പം ഒരു കവണയുമാണ്. ഒരു കല്ല് കൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കല്ലല്ല, മറിച്ച് നമ്മുടെയൊക്കെ കരങ്ങളിൽ നമ്മൾ എടുക്കുന്നത് ജപമാല തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ജപമാലയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത്, ജപമാല പ്രദക്ഷിണം നടത്തുന്നത്. ഈ ഒരു മാസക്കാലം മുഴുവനും വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ജപമാല മണികൾ, വചനമണികളൊക്കെ ഈ ദേവാലയത്തിൽ നിന്നും ഉയർന്നു പോയിട്ടുണ്ട്. അത് ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യക്തികള് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും
അവരുടെ വ്യക്തി ജീവിതത്തിലും ഒത്തിരിയേറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ജപമാല മാസത്തിന്റെ സമാപനത്തിലായിരിക്കുമ്പോൾ ജപമാലയെ കൂടുതൽ സ്നേഹിക്കുവാൻ, വചനത്തെ സ്നേഹിക്കുവാൻ, വചനം ഉരുവിട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കണമെന്ന് ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏത് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് മനുഷ്യനാക്കി നമുക്ക് വേണ്ടി അവിടുത്തെ രാജ്യം അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുറപ്പെടുന്നവനും പിതാവിനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്നേഹിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ സംസാരിച്ചവനുമായ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള പറയുകയും മനുഷ്യരോടൊപ്പം ചെയ്തു പ്രവേശിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരരെ, നാം മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. നന്ദിതനായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ പൗർണമൻ പാപ്പയെയും രൂപതാധ്യക്ഷൻ സെൽവരാജൻ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും വിശിഷ്യ നമ്മുടെ ഇടവക വികാരി ബിനു വർഗീസ് അച്ഛനെയും എല്ലാ അന്മാരെയും ശുശ്രൂഷകരെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ അരൂപിയാൽ നയിക്കുകയും തിരുസഭയെ പരിശുദ്ധമായി കാത്തു സംരക്ഷിക്കുന്നതിനുള്ള അനുഗ്രഹവും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നവജീവിതം നയിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബാന്തരീക്ഷം വളർത്തിയെടുക്കുവാനും ദൈവകരുണയുടെ വ്യക്തികളാകാനും എല്ലാ കുടുംബങ്ങൾക്കും കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മസ്വരൂപനായ ദൈവമേ, പലവിധ രോഗപീഠകളിൽ കഴിയുന്നവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും ഈ ദിവ്യബലിയിൽ സമർപ്പിക്കുന്നു. സഹനങ്ങളെ കുരിശോട് ചേർക്കുവാനും ആ നിമിഷങ്ങളെ കൃപയുടെ നിമിഷങ്ങളാക്കി മാറ്റുവാനും അങ്ങേ സൗഖ്യദായകമായ സാന്നിധ്യത്താൽ അവരെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ
ആത്മാക്കളെയും പാപബോധനം നിത്യശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. എന്തെന്നാൽ കാലത്തിന്റെ ഉടയവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങളോട് യഥോചിതം അനുരൂപപ്പെടുവാനും അങ്ങ് ഏകജാതിലെ വാഗ്ദാനങ്ങൾ കർക്കരാക്കി തത്വവിധം അവിടുത്തെ രഹസ്യങ്ങൾ അനുസ്മരിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യയായ പരിശുദ്ധ മറിയത്തിന്റെ മാതൃത്വ മഹോത്സവത്തിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനേക പുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യകാപുത്ര മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തികളും നിലകൊള്ളുന്നു. സ്വർഗാദി സ്വർഗങ്ങളുടെ ശക്തികന്മാരും ധന്യരെ ഭക്തി ജ്വാലകന്മാരും ആഹ്ലാദഭരിതരെ ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരം ചേരുവാൻ അനുവദിക്കണം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വജനാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയത്തിൽ അസമയം നിർമ്മലമായ ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ ബുദ്ധി കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവദായകവും പരിപാവനയും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലിതൃക്കന്മാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കെ തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തെരഞ്ഞെടുത്ത അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശേഷ ദൈവമാധുര്യത്തോടും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ അവസരിതാവിനോടും അനുഗ്രഹീതരെ അപ്പോസ്തലന്മാരോടും മക്കളേറെ സാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും അത് അങ്ങേ സന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിലെ ബലി സകലോകത്തിന്റെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനെയോ പാപ്പിയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സെൽവരാജൻ മെത്രാനോടും വിൻസൻ സമൽ മെത്രാനോടും മെത്രാൻ പദവികളോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമ്പിൽ നിൽക്കുവാൻ അനുകൂലമായി കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരണവാനായി പിതാവിൽ ആഴ്ത്തും ചിതറിക്കിടക്കുന്ന അങ്ങയില്ലാ മക്കളെ അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയുടഞ്ഞ സഹോദരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയി എല്ലാവരെയും
അങ്ങേ രാജ്യത്ത് ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. ഇന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കത്.
We
കൂദാശയിൽ അങ്ങേ പുതിയ മരണവും ഉത്ഥാനവും പ്രഘോഷിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാസഹനത്തിൽ പങ്കുചേർന്ന് അവിടുത്തെ സാന്ത്വനത്തിലും മഹത്വത്തിലും പങ്കാളികളാകുവാൻ അർഹരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.